ഹായ് ഫ്രണ്ട്സ്, 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് ബോൺസ് ഓഫ് ലൈഫ് എന്നാണ്. അതിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹാവ് യു എവർ സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പാരൻസ്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ, ഗ്രാൻഡ് പാരൻസ് എന്ന് വെച്ചാൽ എന്താ, മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഉണ്ടാവില്ലേ, അവരെ കൂടെ നിങ്ങൾ സമയം ചെലവഴിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ആക്ടിവിറ്റി വിത്ത് ദം? അവരുടെ കൂടെയുള്ള നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അവരുടെ കൂടെ എന്താ, അവരുടെ കൂടെയുള്ള ടൈമിൽ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ അല്ലേ. എന്തെങ്കിലും ചിലപ്പോൾ എന്താ, അവരുടെ കൂടെ വയലിലും കൃഷിയിടത്തിലൊക്കെ ഇങ്ങനെ നടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കൂടെ എവിടേക്കെങ്കിലും പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർ സ്റ്റോറീസൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അതാ ചോദിച്ചിട്ടുള്ളത്. ദെൻ ലെറ്റ്സ് ജോയിൻ എ ഗ്രാൻഡ് സൺ ആൻഡ് ഗ്രാൻഡ് മാ ഓൺ ദെയർ ജേർണി and explore the beauty of the landscape and the warmth of their relationship. എന്നാൽ ഇവിടെ നമുക്ക് ഒരു ഗ്രാൻഡ് മദറും ഒരു ഗ്രാൻഡ് സണ്ണും എന്ന് വെച്ചാൽ ഒരു മുത്തശ്ശിയും ആ മുത്തശ്ശിയുടെ പേരക്കുട്ടിയും തമ്മിലുള്ള ഒരു ജേണി, അവർ തമ്മിൽ പോകുന്ന ഒരു യാത്രയാണ്. ആ യാത്രയിൽ അവർ ആ ഭൂപ്രകൃതിയുടെ ബ്യൂട്ടിയും അതുപോലെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലേ, അവരുടെ ആ ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളതയും ഒക്കെ കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്താണ്, ഗ്രാനിയുടെ കൂടെ മുത്തശ്ശിയുടെ കൂടെയുള്ള ഒരു ലോങ് വാക്കിനെ കുറിച്ചുള്ള സ്റ്റോറിയാണ്. സ്റ്റോറി എഴുതിയിട്ടുള്ളത് റസ്കിൻ ബോണ്ടാണ് അല്ലേ. അപ്പോൾ സ്റ്റോറി എന്താണെന്ന് നോക്കാം. ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റന്റ് റോർ ഓഫ് ദ റിവർ ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ്. എന്താ പറയുന്നത്, ഗ്രാനിക്ക് എന്തിനൊക്കെ കഴിയാന്നാ പറയുന്നത് അല്ലേ. ഗ്രാനി എന്ന് വെച്ചാൽ മുത്തശ്ശി, സ്റ്റോറിയിലുള്ള മുത്തശ്ശി, അവർക്ക് എന്ത് കഴിയും, ദൂരെയുള്ള റിവറിൻ്റെ, ദൂരെയുള്ള പുഴയുടെ ആ റോറിങ് സൗണ്ട് അല്ലേ, പുഴ അങ്ങനെ ഒഴുകുന്ന ആ ശബ്ദം ഉണ്ടല്ലോ, അത് അവർക്ക് കേൾക്കാനായിട്ട് കഴിയും. ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽ. അതുപോലെ പൈൻ നീഡിൽസ് എന്ന് വെച്ചാൽ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഇതാണ്. അപ്പോൾ പൈൻ നീഡിൽസിൻ്റെ സ്മെല്ല് അവർക്ക് കിട്ടും അല്ലേ. അത് അവർക്ക് എവിടെയെങ്കിലും പൈൻ നീഡിൽസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഇവർക്ക് മനസ്സിലാക്കാനും ഫീൽ ചെയ്യാനൊക്കെ പറ്റും. ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹെർ ഗ്രാൻഡ് സൺ മണി. അതുപോലെ അവരുടെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള, അവരുടെ പേരമകനായിട്ടുള്ള മണിയുടെ സാന്നിധ്യവും അവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഷി കുഡൻറ്റ് സീ ദ റിവർ ഓർ ദി ട്രീസ്. പക്ഷേ അവർക്ക് ആ പുഴയോ അതുപോലെ മരങ്ങളോ ഒന്നും കാണാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. ബിക്കോസ് എന്താ, അവർക്ക് കാഴ്ച കുറവായിരിക്കും അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അവർക്ക് എന്താ, ആ റിവറിൻ്റെ ഒക്കെ അലർച്ച, ആ ശബ്ദമൊക്കെ കേൾക്കാം, അതുപോലെ പൈൻ നീഡിൽസിൻ്റെ സ്മെല്ല് കേട്ടിട്ട് പൈൻ നീഡിൽസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ അവരുടെ പേരക്കുട്ടിയുടെ സാന്നിധ്യം അവർക്ക് മനസ്സിലാക്കാനൊക്കെ കഴിയുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്താ, ഈ റിവറും മരങ്ങളൊന്നും കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. മേ ബി അവർക്ക് എന്താ, കാഴ്ച കുറവായിരിക്കൂലേ, അതാണ് അങ്ങനെ പറയുന്നത്. ഷി കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫസി ഹെയർ. അവർക്ക് ആകെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് എന്താ, മണിയുടെ ഫസി ഹെയർ ആണ് അല്ലേ. മണിയുടെ ആ മുടി, ഫസി ഹെയർ എന്ന് വെച്ചാൽ എന്താ, മൃദുലമായ അല്ലെങ്കിൽ എന്താ പതുപതുപ്പുള്ള ആ മുടി, അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് സം ടൈംസ് ഹിസ് ബ്ലാക്ക്ബെറി ഐസ്. ചില സമയത്ത് അവൻ്റെ ബ്ലാക്ക്ബെറി പോലെയുള്ള അവൻ്റെ കണ്ണുകൾ, ബ്ലാക്ക്ബെറി പോലെ എന്നുള്ള ഉദ്ദേശിച്ചാൽ എന്താ, നല്ല കറുപ്പ് കളറാണ് ബ്ലാക്ക്ബെറി അല്ലേ, ആ കറുത്ത അവൻ്റെ കണ്ണുകൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് ദ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹി സ്മൈൽഡ്. അതുപോലെ അവൻ ചിരിക്കുമ്പോൾ അവൻ്റെ പല്ലിലുള്ള ആ തിളക്കം, ഗ്ലീം എന്ന് വെച്ചാൽ ആ തിളക്കം, അതും അവർക്ക് ചില സമയത്ത് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ, അവർക്ക് ഇങ്ങനെ കാണാനൊന്നും കഴിയില്ലെങ്കിലും അവർക്ക് അവൻ്റെ ആ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള മണിയുടെ ഫസി ഹെയറും അതുപോലെ അവൻ്റെ ബ്ലാക്ക്ബെറി പോലെയുള്ള കണ്ണുകളും അതുപോലെ ചിരിക്കുമ്പോഴുള്ള ആ പല്ലിൻ്റെ ആ തിളക്കമൊക്കെ അവർക്ക് കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ടൊക്കെ പറ്റാറുണ്ടെന്നാണ് പറയുന്നത്. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്. ഗ്രാനി ധരിച്ചിരിക്കുന്നത് ഒരു പഴയ കണ്ണടയാണെന്നാണ് പറയുന്നത് അല്ലേ. ഷി ഹാഡ് ബീൻ വിയറിങ് ദം ഫോർ വെൽ ഓവർ 10 years. എത്ര വർഷമായി അവരതന്നെ ധരിക്കാൻ തുടങ്ങിയിട്ട്? 10 വർഷം അല്ലേ. 10 വർഷത്തേക്കായാലും കൂടുതലായിട്ടുണ്ട് അവർ ആ കണ്ണട ധരിക്കാനായിട്ട് തുടങ്ങിയിട്ട്. ഹെർ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റഡിലി വീക്കർ. അവരുടെ കണ്ണിൻ്റെ കാഴ്ച എന്താ, ആകെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദി ഗ്ലാസസ് വേർ നൗ സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്. അതുപോലെ ആ കണ്ണടകളൊക്കെ ഇപ്പോൾ എന്തായിട്ടുണ്ട്, ആകെ സ്ക്രാച്ച് വീണിട്ടുണ്ട്, അതുപോലെ സ്പോട്ടൊക്കെ വീണിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താ, പോറലും പുള്ളികളൊക്കെ വീണിട്ട് ആ കണ്ണട ആകെ കേട് വന്നിട്ടുണ്ട് അല്ലേ. സോ ദ വാസ് വെരി ലിറ്റിൽ ഷി കുഡ് സീ ത്രൂ ദം. അതുകൊണ്ട് തന്നെ അവർക്ക് ആ കണ്ണട വെച്ചാൽ ചെറുതായിട്ട് ഒരു ഇത്തിരി മാത്രമേ കാണാനായിട്ട് പറ്റുന്നുള്ളൂ അല്ലേ.
Mani and his father felt that it was high time Granny had her eyes tested and got herself new glasses. അപ്പോൾ മണിക്കും അവൻ്റെ ഫാദറിനും ഫീൽ ചെയ്യാണ്, എന്താ തോന്നുന്നത്, ഈ ഗ്രാനിയുടെ കണ്ണൊന്നുകൊണ്ട് ടെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ പുതിയ ഗ്ലാസ്, പുതിയ കണ്ണട വാങ്ങിച്ചു കൊടുക്കണം, അതിനൊക്കെയുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് അവർക്ക് ഫീൽ ചെയ്യാണ് അല്ലേ. കാരണം എന്താ, ഗ്രാനിക്കിപ്പോൾ ആ പൊട്ടിയ ആ സ്ക്രാച്ചൊക്കെ വീണ കണ്ണട യൂസ് ചെയ്തിട്ട് ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല അല്ലേ. ചെറുതായിട്ട് എന്തൊക്കെയോ കാണാനേ ഉള്ളൂ, മരങ്ങളും റിവറുകളും ഒന്നും അവർക്ക് കാണാൻ കഴിയില്ല എന്ന് നമ്മളിവിടെ പറഞ്ഞില്ലല്ലേ. അതുകൊണ്ട് തന്നെ എന്താ, കണ്ണ് ടെസ്റ്റ് ചെയ്യാനുള്ള ടൈം അതിക്രമിച്ചിരിക്കുന്നു എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെൽ യു നോ വി ക്യാൻ ഗെറ്റ് ദം ഇൻ ദി വില്ലേജ് സെഡ് ഗ്രാനി. ഗ്രാനി പറയാണല്ലേ, നിങ്ങൾക്കറിയൂലേ നമ്മുടെ ഗ്രാമത്തിൽ ഇതൊന്നും കിട്ടൂലെന്നല്ലേ, ഈ വില്ലേജിൽ അതൊന്നും കിട്ടൂല എന്ന് നിങ്ങൾക്ക് അറിയൂലേ എന്ന് ചോദിക്കാണ് അല്ലേ. എന്ത് കിട്ടൂലെന്ന്, ഗ്ലാസ് അല്ലേ, പുതിയ ഗ്ലാസ് അവിടെ കിട്ടൂല എന്നാ പറയുന്നത് അല്ലേ. അവരുടെ വില്ലേജ് ചിലപ്പോൾ ചെറിയ വില്ലേജ് ആയിരിക്കില്ലേ, അങ്ങനത്തെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ദെൻ മണി സെഡ്, അപ്പം മണി പറയാണ്, യു വിൽ ഹാവ് ടു ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ മസൂരി, ദാറ്റ് ഈസ് ദ നിയറസ്റ്റ് ടൗൺ. നമുക്ക് അടുത്തുള്ള മസൂരി ഐ ഹോസ്പിറ്റലിലേക്ക് പോകണം. ദാറ്റ് ഈസ് ദ നിയറസ്റ്റ് ടൗൺ. നമ്മുടെ അടുത്തുള്ള ടൗൺ ആയിട്ടുള്ള മസൂരിയിലെ ഐ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയാണ് അല്ലേ. അവിടെ പോയി ടെസ്റ്റ് ചെയ്യാന്ന് പറയാണ്. ബട്ട് ദാറ്റ് ഈസ് 2 day ജേണി പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി എന്താ പറയുന്നത്, അത് 2 ദിവസത്തെ യാത്രയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഗ്രാനി അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എതിർക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. എന്താ ഗ്രാൻഡ് എന്താ ചെയ്യുന്നത്, മുത്തശ്ശി എക്സ്ക്യൂസുകൾ ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ് അല്ലേ, എങ്ങനെയെങ്കിലും പോകാതിരിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. She did not want to be parted from money. കാരണം എന്താ, അവർക്ക് മണിയെ വിട്ടുപിരിയാൻ പറ്റാത്തതുകൊണ്ടല്ലേ, വിട്ടുപിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഓരോ എക്സ്ക്യൂസും പറഞ്ഞ് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. He was 11 and quite capable of looking after him. അവനിപ്പോൾ എത്ര വയസ്സായിട്ടുണ്ട്, 11 വയസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ, അവനെ പരിചരിക്കാൻ അവനിപ്പോൾ ആരുടെ ആവശ്യമൊന്നുമില്ല അല്ലേ, ഒറ്റയ്ക്ക് തന്നെ ചെയ്യാറൊക്കെ ആയിട്ടുണ്ട്. ബട്ട് ഗ്രാനി ഹാഡ് ബ്രോഡ് ഹിം അപ്പ് ever since his mother had died when he was only a year old. അവന് 1 വയസ്സുള്ള സമയത്ത് അവൻ്റെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈം മുതൽ ഇന്ന് വരെ അവനെ വളർത്തി വലുതാക്കിയിട്ടുള്ള ആളാണ് അവൻ്റെ ഗ്രാൻഡ്മ എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അവനെ വിട്ട് പിരിയാൻ ഗ്രാൻഡ്മയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഷി വാസ് ഹിസ് നാനി, മെറ്റേണൽ ഗ്രാൻഡ് മദർ. അവൻ്റെ നാനിയാണ്. നാനി എന്ന് വെച്ചാൽ മെറ്റേണൽ ഗ്രാൻഡ് മദർ, മാതാവ് വഴിയുള്ള അമ്മയാണ് നമ്മൾ മെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് വെച്ചാൽ അമ്മമ്മയാണ് അത്. ആൻഡ് ഹാഡ് കെയർഡ് ഫോർ ബോയ് ആൻഡ് ഫാദർ ആൻഡ് ദി കൗസ് ആൻഡ് ഹെൻസ് ഇൻ ദ ഹൗസ് ഹോൾഡ് വിത്ത് ഗ്രേറ്റ് എനർജി ആൻഡ് ഡിവോഷൻ. ആൻഡ് അവരെന്താ ചെയ്യുന്നത്, ഈ ബോയെ, ഇവനെയും ഇവൻ്റെ ഫാദറിനെയും നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ആ വീട്ടിലുള്ള പശുക്കളുണ്ട്, കോഴികളുണ്ട്, അവയൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ വീട്ടുജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. വിത്ത് ഗ്രേറ്റ് എനർജി ആൻഡ് ഡിവോഷൻ. അവർ എനർജിയോടെയും എന്ന് വെച്ചാൽ ഊർജ്ജസ്വലതയോടെയും അതുപോലെ തന്നെ ഭക്തിയോടെയും. ഭക്തി എന്ന് വെച്ചാൽ അവരോടുള്ള ആ ഇഷ്ടം കൊണ്ട് ചെയ്തു കൊടുക്കൂലേ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇത്രയും കാലമായിട്ട് ചെയ്തു കൊടുത്തിരുന്ന ആളാണ് ഇവരുടെ ഈ ഗ്രാൻഡ്മ എന്ന് പറയുന്നത്. ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ ഷീ സെഡ്. അപ്പോൾ ഗ്രാൻഡ്മ പറയാണ്, എനിക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ കണ്ണട മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനത് എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്ത് പോയിക്കൊണ്ടെന്ന് പറയാണ്. നൗ ലിസൺ സെഡ് മണീസ് ഫാദർ സ്റ്റേൺലി. ഇങ്ങനെ ശ്രദ്ധിക്കുകയെന്ന് പറഞ്ഞിട്ട് മണിയുടെ അച്ഛന് സീരിയസ് ആയിട്ട് പറയാം. സ്റ്റേൺലി എന്ന് വെച്ചാൽ സീരിയസ് ആയിട്ട് പറയണം. വി ആർ നോട്ട് സെൻഡിങ് യു ഓഫ് ഓൺ യുവർ ഓൺ, ഐ വിൽ ടേക്ക് യു ടു മസൂരി. എന്താ പറയുന്നത്, നിങ്ങളെ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കല്ല അങ്ങോട്ട് അയക്കുന്നത്, ഞാൻ നിങ്ങളെ മസൂരിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയാണ്. ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്. അപ്പം മണിയെ ഇവിടെ ഒറ്റയ്ക്കാക്കാനോ? ഹൗ കുഡ് യു എവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? നിനക്ക് എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നേന്ന് മുത്തശ്ശി ചോദിക്കുകയാണല്ലേ. ദെൻ ഐ വിൽ ടേക്ക് യു ടു മസൂരി സെഡ് മണി ഈഗർലി. അപ്പോൾ മണി പറയാണ്, എന്നാൽ ഞാൻ നിങ്ങളെ മസൂരിയിലേക്ക് കൊണ്ടുപോകാം സെഡ് മണി ഈഗർലി. മണി ഭയങ്കര താല്പര്യത്തോടെ ഇൻട്രസ്റ്റോടെ പറയാണല്ലേ. കാരണം എന്താ, മുത്തശ്ശിക്ക് അവനെ വീട്ടിലാക്കി പോകാൻ വയ്യ. അപ്പോൾ അവൻ പറയാ, എന്നാൽ ഞാൻ വരാം, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയാണല്ലേ. ഐ ഹാവ് ബീൻ ടു മസൂരി ബിഫോർ വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിൻ്റെ കൂടെയും മസൂരിയിലേക്ക് മുന്നേ പോയിട്ടുണ്ട്. ഐ നോ വേർ വി ക്യാൻ സ്റ്റേ. എനിക്കറിയാം നമുക്ക് അവിടെ എവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും, എവിടെ നിൽക്കാൻ പറ്റും എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഹി പോസ്ഡ് എ മൊമെൻറ്റ്. ഒരു മിനിറ്റ് അവനെ നിർത്തുകയാണല്ലേ പറയുന്നത്. ആൻഡ് ലുക്ക് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ. എന്നിട്ടിങ്ങനെ സംശയത്തോടെ ഇങ്ങനെ
ഫാദറിനെയും ഗ്രാൻഡ് മദറിനെയും ഇങ്ങനെ ഒന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. യു വോണ്ട് ബി ഏബിൾ ടു വാക്ക് ഓൾ ദി വേ ടു നെയിൻ, വുഡ് യു ഗ്രാനി? എന്നിട്ട് ഗ്രാൻഡ്മയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നെയിനിലേക്കുള്ള വഴി മുഴുവൻ നടക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ഗ്രാൻഡ്മയോട് ചോദിക്കുകയാണ് അല്ലേ. നെയിൻ എന്ന് വെച്ചാൽ ഇവരുടെ വീടിൻ്റെ അടുത്തുനിന്ന് നെയിൻ വരെ പോയിട്ട് വേണം അവർക്ക് അവിടെ നിന്ന് വേണം ബസ്സിലൊക്കെ കയറി പോകാൻ. അതാണ് ഇവൻ ചോദിക്കുന്നത് അല്ലേ, നിങ്ങൾക്ക് നെയിൻ വരെ നടക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ഗ്രാൻഡ്മയോട് ചോദിക്കുകയാണ്. ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക്. അപ്പോൾ ഗ്രാൻഡ്മ എന്താ പറയുന്നത്, എനിക്ക് തീർച്ചയായും എനിക്ക് നടക്കാൻ പറ്റും. ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ് ബട്ട് ദർ ഈസ് നത്തിങ് റോങ് വിത്ത് മൈ ലെഗ്സ്. എനിക്ക് ചിലപ്പോൾ കണ്ണ് കാണില്ലായിരിക്കും, പക്ഷേ എൻ്റെ കാലിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് അല്ലേ. ബട്ട് യു ആർ 70 ഗ്രാനി. പക്ഷേ നിങ്ങൾക്ക് 70 വയസ്സായി ഗ്രാനി എന്ന് പറയാണ് അല്ലേ. വാട്ട് ഹാസ് ദാറ്റ് ഗോട്ട് ടു ഡു വിത്ത് ഇറ്റ്? അതിന് അതും ഇതും തമ്മിൽ ഇപ്പോൾ എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ് അല്ലേ. 70 ആയെങ്കിൽ എന്താന്ന് പറയാണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല, മുത്തശ്ശിക്ക് എന്താ, മുത്തശ്ശി നല്ല എനർജി ആയിട്ട് തന്നെ ഉള്ളത് എന്ന് പറയാണ്. ആൻഡ് ബിസൈഡ്സ് മാത്രമല്ല, ഇറ്റ് ഈസ് ഡൗൺ ഹിൽ ടു നെയിൻ. നെയിനിലേക്ക് ഇറക്കാണ് അല്ലേ, ഒരു ഇറക്കാണല്ലോ ഉള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാണ്. ആൻഡ് അപ്പ് ഹിൽ കമ്മിങ് ബാക്ക്, തിരിച്ചു വരുമ്പോൾ കയറ്റാണുള്ളത്. അപ്പ് ഹിൽ ഈസ് ഈസിയർ സെഡ് ഗ്രാനി. ഗ്രാനി പറയാണ് കയറ്റാണ് കുറച്ചും കൂടി ഈസി എന്നല്ലേ. എന്ന് വെച്ചാൽ എന്താ, ഗ്രാനിക്ക് പോകാനൊരു കുഴപ്പമില്ല, നടക്കാനൊക്കെ നല്ല എനർജി ഉണ്ടെന്ന് ഗ്രാനി പറയാണ് ഇവിടെ ചെയ്യുന്നത്. Now that she knew money might be accompanying her, she was more than ready to make the journey. ഇപ്പോൾ ഗ്രാനിക്ക് മനസ്സിലായി എന്താണ്, മണി അവരുടെ കൂടെ വരുന്നുണ്ടെന്ന് അല്ലേ. അതുകൊണ്ട് തന്നെ അവരെന്താ ഈ യാത്ര പോകാൻ അവരാണ് ഇപ്പോൾ കുറച്ചും കൂടി റെഡി ആയിട്ടുള്ളത് അല്ലേ. അവനുണ്ടെങ്കിൽ ഗ്രാനി എപ്പോഴോ റെഡിയാണ്. വൈൽ വി ആർ ഇൻ മസൂരി വി വിൽ ഗെറ്റ് സം സീഡ്സ് ആൻഡ് ബൾബ്സ്. അങ്ങനെ മസൂരിയിൽ പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ച് വിത്തുകളും ബൾബുകളൊക്കെ വാങ്ങണം എന്ന് പറയുകയാണല്ലേ. സീഡ്സ് ആൻഡ് ബൾബ്സ് എന്ന് വെച്ചാൽ എന്താ, ഈ വിത്ത്. അതുപോലെ ബൾബ് എന്ന് വെച്ചാൽ ഇങ്ങനെ കിഴങ്ങ് പോലെയുള്ള അതിൻ്റെയൊക്കെ വിത്തുകൾ ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ ബൾബ്സ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് വാങ്ങണം. ആൻഡ് എ ന്യൂ ബെൽ ഫോർ ദി വൈറ്റ് കൗ. അതുപോലെ വൈറ്റ് കൗവിന്, വെള്ള പശുവിന് ഒരു ബെല്ല്, പുതിയ ഒരു ബെല്ല് വാങ്ങണം. ബെല്ല് എന്ന് വെച്ചാൽ മണി കേട്ടോ. നമ്മൾ ഈ പശുവിൻ്റെ ഒക്കെ കഴുത്തിലൊരു മണി കെട്ടി കൊടുക്കില്ലേ, അങ്ങനെയുള്ളൊരു പുതിയ മണി വെള്ള പശുവിന് നമുക്ക് വാങ്ങണം. ദെൻ ആൻഡ് എ പുള്ളോവർ ഫോർ യുവർ ഫാദർ. അതുപോലെ നിൻ്റെ ഫാദറിനൊരു പുള്ളോവർ. പുള്ളോവർ എന്ന് വെച്ചാൽ ഒരു സ്വെറ്റർ ഇല്ലേ, നമ്മൾ തണുപ്പിനൊക്കെ ഇടുന്ന സ്വെറ്റർ ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു കുപ്പായം വാങ്ങണം. ആൻഡ് ഷൂസ് ഫോർ യു. അതുപോലെ നിനക്കൊരു ഷൂവും വാങ്ങണം. നൗ ജസ്റ്റ് എ മിനിറ്റ് സെഡ് മണീസ് ഫാദർ. ഒരു മിനിറ്റ് നിർത്തിക്കേ എന്ന് പറയാണ് അല്ലേ. ദെൻ മണിയുടെ അച്ഛനാണ് പറയുന്നത്, ആർ യു ഗോയിങ് ദർ ടു ഹാവ് യുവർ ഐസ് ടെസ്റ്റഡ് ഓർ ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? നിങ്ങൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാനല്ലേ പോകുന്നത്, അല്ലാതെ ഷോപ്പിംഗ് ട്രിപ്പിനാണോ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഐ ഹാവ് ഗോട്ട് ഓൺലി 100 rupees ടു സ്പെയർ, യു വിൽ ഹാവ് ടു മാനേജ് വിത്ത് ദാറ്റ്. എന്താ പറയുന്നത്, എൻ്റെ കയ്യിൽ ഒരു 100 രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മിച്ചമായിട്ട് തരാൻ. എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ്ട്രാ ചിലവിനൊക്കെ വേണ്ടിയിട്ട് തരാൻ ആകെ 100 രൂപയേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എല്ലേതും മാനേജ് ചെയ്യണമെന്ന് പറയുകയാണല്ലേ. അവർക്ക് ഫുഡ് കഴിക്കേണ്ടി വരും, 2 ദിവസം ആകുമ്പോൾ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാത്തിനും കൂടി 100 രൂപ തരാനുള്ളൂ, അല്ലാതെ ഇത്രയും സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റിനുള്ള ക്യാഷ് ഒന്നും എൻ്റെ അടുത്ത് തരാനില്ല എന്ന് പറയാണ് അല്ലേ. വി വിൽ മാനേജ് സെഡ് മണി. മണി പറയാണ് ഞങ്ങൾ മാനേജ് ചെയ്തോളാം. വി വിൽ സ്ലീപ്പ് അറ്റ് ദ ബസ് ഷെൽട്ടർ. ഞങ്ങൾ ബസ് ഷെൽട്ടറിൽ ഉറങ്ങിക്കൊണ്ട് എന്ന് പറയാം അല്ലേ. ബസ് ഷെൽട്ടർ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ബസ് വെയിറ്റ് ചെയ്യുന്ന വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാവില്ലേ, അവിടെ ഞങ്ങൾ സ്ലീപ്പ് ചെയ്തുകൊണ്ട് എന്താ ഉറങ്ങിക്കൊണ്ട് എന്ന് പറയാണ് അല്ലേ. നോ വി വോണ്ട് സെഡ് ഗ്രാനി. ഇല്ല, അതൊന്നും ചെയ്യില്ല. ഐ ഹാവ് ഗോട്ട് 50 rupees ഓഫ് മൈ ഓൺ, വി വിൽ സ്റ്റേ അറ്റ് എ ഹോട്ടൽ. എൻ്റെ കയ്യിൽ എൻ്റേതായിട്ടൊരു 50 രൂപയുണ്ട്, അതുകൊണ്ട് നമുക്ക് ഹോട്ടലിൽ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് പറയാണ് അല്ലേ. ഏർലി നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേ ദിവസം രാവിലെ അല്ലേ, അതിരാവിലെ ഇനി ലൈറ്റ് ഡ്രിസിൽ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഗ്രാനി ആൻഡ് മണി സെറ്റ് ഔട്ട് ഓൺ ദ പാത്ത് ടു നെയിൻ. ഗ്രാനിയും മണിയും കൂടി നെയിനിലേക്കുള്ള വഴിയിൽ അവർ യാത്ര പുറപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. അവരവരുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യും. മണി ക്യാരിഡ് എ സ്മോൾ ബെഡിങ് റോൾ ഓൺ ഹിസ് ഷോൾഡേഴ്സ്. മണി അവൻ്റെ ഷോൾഡറിൽ ഒരു ബെഡിങ് റോൾ ഇങ്ങനെ ചുമന്ന് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. പോകുമ്പോൾ കയ്യിൽ കരുതിയിട്ടുള്ള സാധനങ്ങളാണ് പറയുന്നത്. എന്താ, ഒരു ബെഡിങ് റോൾ, ഒരു ചെറിയ ബെഡ് ഇങ്ങനെ റോൾ ചെയ്തിട്ട് അവൻ്റെ ഷോൾഡറിൽ വെച്ചിട്ടുണ്ട്. ഗ്രാനി ക്യാരിഡ് എ ലാർജ് ക്ലോത്ത് ഷോപ്പിംഗ് ബാഗ് ആൻഡ് ആൻ അംബ്രല്ല. ഗ്രാനി എന്തൊക്കെയാണ് ക്യാരി ചെയ്തിട്ടുള്ളത്, ഒരു വലിയ ക്ലോത്തിൻ്റെ, ഒരു തുണിയുടെ ഒരു വലിയ ഷോപ്പിംഗ് ബാഗ് ഉണ്ട് അവരുടെ കയ്യിൽ, അതുപോലെ ഒരു അംബ്രല്ല, ഒരു കൊടയും ഉണ്ട് അല്ലേ. വെനെവർ യു ഫീൽ ടയേർഡ് വി വിൽ ടേക്ക് റെസ്റ്റ് സെഡ് മണി.
മണി ഗ്രാൻഡ്മയോട് പറയാണ്, നിങ്ങൾക്ക് എപ്പോഴാണോ ടയേർഡായിട്ട് തോന്നുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് പറയാണ് അല്ലേ. വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട് സെഡ് ഗ്രാനി. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വി വിൽ റെസ്റ്റ് വെൻ യു ആർ ഹംഗ്രി. നിനക്ക് വിശക്കുന്നത് എപ്പോഴാണോ അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാമെന്ന് ഗ്രാനി പറയാണ് അല്ലേ. ദേ വോക്ക് അറ്റ് എ സ്റ്റഡി പേസ് വിത്തൗട്ട് ടോക്കിംഗ് ടു മച്ച്. അവർ എങ്ങനെയാണ് നടന്നു പോകുന്നത്? സ്റ്റഡി പേസ് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ടുള്ള വേഗതയിൽ അല്ലേ. അവർ നോർമലായിട്ട് എങ്ങനെയാണോ ഏത് സ്പീഡിലാണോ നടന്നു പോകാറുള്ളത് ആ സ്പീഡിൽ തന്നെ അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിത്തൗട്ട് ടോക്കിംഗ് ടു മച്ച്, എന്താ ഒരുപാട് സംസാരിക്കണമൊന്നുമില്ല അല്ലേ. എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് വേൾഡ് ഓവർ ഹെഡ്. അപ്പോൾ എന്താ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് എന്ന് വെച്ചാൽ തത്തയുടെ കൂട്ടല്ലേ, തത്തകളുടെ ഒരു കൂട്ടം അവരുടെ തലക്ക് മുകളിലൂടെ ഇങ്ങനെ പറക്കുന്നുണ്ട് അല്ലേ, ഇങ്ങനെ ചുറ്റിത്തിരിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ എഗെയിൻസ്റ്റ് ദ സോംബ്രേ സ്കൈ. അതുപോലെ എന്താ സോംബ്രേ സ്കൈ എന്ന് വെച്ചാൽ ഡാർക്കായിട്ടുള്ള ആകാശം അല്ലേ, ആ ഇരുണ്ട ആകാശത്തിന്. അതുപോലെ ആ സോംബ്രേ സ്കൈ എന്ന് വെച്ചാൽ ഡാർക്ക് സ്കൈ, ആ ഇരുണ്ട ആകാശത്ത് റെഡും അതുപോലെ ഗ്രീനും കളറിലുള്ള ഫ്ലാഷുകൾ. ഫ്ലാഷ് എന്ന് വെച്ചാൽ എന്താ, അങ്ങനെ മിന്നൽ പോലെ ലൈറ്റുകൾ ഉണ്ടാവില്ലേ, അതിങ്ങനെ എന്താ തെളിയുന്നുണ്ടെന്നാണ് പറയുന്നത്. There were no other sounds except for the hiss and gentle patter of the rain. അവിടെ എന്താ ആ മഴ ചാറുന്നുണ്ട്, ഒരു ചാറ്റൽ മഴയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അതിൻ്റെ ഒരു ഹിസ് സൗണ്ട്, ഹിസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എന്നുള്ള ഒരു ചെറിയ ശബ്ദം ഉണ്ടാവുമല്ലോ, ആ ഒരു ശബ്ദവും അതുപോലെ ആ മഴ ചാറുന്ന ഒരു ചെറുതായിട്ടുള്ള ആ ശബ്ദവും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു സൗണ്ട്സും അവിടെ എവിടെയും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. മണി സ്റ്റോപ്പ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഫ്രം എ ബുഷ്. ദെൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താ ബ്ലാക്ക് ബെറീസ് കണ്ടു അല്ലേ. ഒരു ബുഷ്, ഒരു കുറ്റിക്കാട്ടിൽ ഇങ്ങനെ നിറയെ വൈൽഡ് ബ്ലാക്ക് ബെറീസ് കണ്ടു. അപ്പോൾ മണി എന്ത് ചെയ്തു, മണി അവിടെ നിന്നിട്ട് അത് പൊട്ടിക്കാനായിട്ട് നിൽക്കുകയാണ് അല്ലേ. ദെൻ ഗ്രാനി വാസ് ഇൻ ഫോണ്ട് ഓഫ് ബെറീസ് ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൺ ഹെർ പേസ്. പക്ഷേ ഗ്രാൻഡ്മയ്ക്ക് എന്താണ് ഈ ബെറീസ് ഒന്നും അത്ര ഇഷ്ടമല്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ്മ അവിടെ നിൽക്കുകയൊന്നും ചെയ്തില്ല. അവരുടെ ആ നടത്തത്തിൻ്റെ വേഗത കുറക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവനുടെ ബ്ലാക്ക് ബെറി പൊട്ടിക്കാനായിട്ട് നിന്നിട്ടുണ്ട്. മണി ഹാഡ് ടു റൺ ടു ക്യാച്ച് അപ്പ് വിത്ത് ഹർ. അങ്ങനെ ഗ്രാനിയെ ക്യാച്ച് ചെയ്യാനായിട്ടില്ലേ, ഗ്രാനിയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അവന് എന്ത് ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്, പിന്നീട് ഓടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. കാരണം എന്താ, അവൻ ബ്ലാക്ക് ബെറി പൊട്ടിക്കാനായിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഗ്രാനി നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഗ്രാനിയുടെ അടുത്തേക്ക് എത്താൻ അവന് ഓടേണ്ടി വന്നു എന്നാണ് പറയുന്നത്. സൂൺ ഹിസ് ലിപ്സ് വേർ പർപ്പിൾ വിത്ത് ദ ജ്യൂസ് ഫ്രം ദി ബെറീസ്. അങ്ങനെ ആ ബെറീസിൽ നിന്നുള്ള ആ ജ്യൂസ്, ബെറീസിൻ്റെ നീരൊക്കെ തട്ടിയിട്ട് അവൻ്റെ ലിപ്സ് താമസിയാതെ എന്തായിട്ടുണ്ട്, പർപ്പിൾ കളറായിട്ടുണ്ടായിരുന്നു. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദി സൺ കെയിം ഔട്ട്. എന്താണ്, മഴ നിന്നിട്ടുണ്ട്, ആ ചാറ്റൽ മഴ നിന്നിട്ടുണ്ട്. ദെൻ എന്തായിട്ടുണ്ട്, സൂര്യൻ ഉദിച്ചുയർന്നിട്ടുണ്ട് അല്ലേ. ബിലോ ദം ദി ലൈറ്റ് ഗ്രീൻ ഓഫ് ദി ഫീൽഡ്സ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് ദി ഡാർക്ക് ഗ്രീൻ ഓഫ് ദി ഫോറസ്റ്റ്. ഫോറസ്റ്റിൻ്റെ, കാടിൻ്റെ ആ ഡാർക്ക് ഗ്രീനിനെതിരെ, ആ കടുംപച്ച നിറത്തിനെതിരെ എന്താണ്, ഫീൽഡിൻ്റെ അല്ലേ, വയലുകളുടെ ഇളം പച്ച നിറം വേറിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ദ ഹിൽസ് വേർ ബാത്ത്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ. അതുപോലെ എന്താ ഹിൽസ്, കുന്നുകളൊക്കെ തന്നെ ഇങ്ങനെ ഈ ഗോൾഡൻ സൺഷൈനിൽ അല്ലേ, സ്വർണ്ണ നിറത്തിലുള്ള സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കാന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, സൂര്യൻ ഉദിച്ച് വന്നിരിക്കുന്ന സമയമല്ലേ, അപ്പോൾ സൂര്യൻ്റെ ലൈറ്റിൽ ആ കുന്നുകളൊക്കെ ഇങ്ങനെ തിളങ്ങുന്നുണ്ടെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ മണി റാൻ എഹെഡ്. മണി എന്താ മുന്നോട്ട് ഓടാണ് ചെയ്യുന്നത്. ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി. എന്താ ഗ്രാനിയോട്, മുത്തശ്ശിയോട് ചോദിക്കാമല്ലേ, നിങ്ങൾക്ക് എല്ലാം കാണാൻ കഴിയുന്നുണ്ടോ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ്. ഹി കോൾഡ്, അവന് വിളിച്ചു അല്ലേ. I can see the path and I can see your white shirt. That's enough for just now. അപ്പോൾ ഗ്രാനി എന്താ പറയുന്നത്, എനിക്ക് വഴി നല്ല പോലെ കാണാം, അതുപോലെ നിൻ്റെ വൈറ്റ് ഷർട്ടും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം അത് മതി എന്ന് പറയാണ് അല്ലേ. ഇപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടതൊക്കെ ഗ്രാനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറയാം അല്ലേ. മണിയെ അവർക്ക് കാണാം, അതുപോലെ പോകാനുള്ള വഴിയും കാണാം. ഇപ്പോൾ അത്യാവശ്യമുള്ളത് അതാണല്ലോ അല്ലേ, അപ്പോൾ അത് മതി എന്ന് പറയാണ് അല്ലേ. Then Granny and Mani ate their light meal on the roadside in the shade of a whispering pine. അങ്ങനെ അവർ റോഡ് സൈഡിലുള്ള ഒരു പൈൻ മരത്തിൻ്റെ തണലിൽ ഇരുന്നുകൊണ്ട് അവർ ലൈറ്റ് മീൽ കഴിക്കുക അല്ലേ, ലഘുഭക്ഷണം, ചെറുതായിട്ട് ഫുഡ് കഴിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഡ്രാങ്ക് ഫ്രം എ സ്പ്രിങ്. അങ്ങനെ അവിടെയുള്ള ഒരു സ്പ്രിങ്ങിൽ, ഒരു നീരുറവ അല്ലെങ്കിൽ ഒരു അരുവിയിൽ നിന്ന് അവരെന്ത് ചെയ്യുക, വെള്ളം കുടിച്ചിട്ടുണ്ട്. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ വർ ഡയറക്ട്ലി എബോവ് 9. അങ്ങനെ ഉച്ച കഴിഞ്ഞ ശേഷം അവർ എവിടെ എത്തിയിട്ടുണ്ട്, ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവർ 9ൻ്റെ മുകളിൽ
എത്തിയിട്ടുണ്ട് അല്ലേ. വി ആർ ഓൾമോസ്റ്റ് ദർ, നമ്മൾ എത്താറായി. സെഡ് മണി പറയാണില്ലേ, ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്, അങ്കിളുടെ വീടിൻ്റെ അടുത്തുള്ള ടെമ്പിള്, ആ ക്ഷേത്രം എനിക്ക് ഇവിടെ നിന്ന് കാണാം എന്ന് പറയാണില്ലേ. അപ്പോൾ ഐ ക്യാൻ സീ എ തിങ് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി എന്താ പറയുന്നത്, എനിക്കൊന്നും തന്നെ കാണാനില്ല എന്നാണ് പറയുന്നത് അല്ലേ. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദി മിസ്റ്റ്, ദർ ഇസ് എ തിക്ക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദി വാലി. എന്താ പറയുന്നത്, അതിനുള്ള കാരണം മിസ്റ്റ് ആണല്ലേ. മിസ്റ്റ് എന്ന് വെച്ചാൽ മൂടൽ മഞ്ഞ്. ഈ വാലിയിലേക്ക് നല്ല തിക്കായിട്ടുള്ള നല്ല കട്ടിയുള്ള മൂടൽ മഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും കാണാൻ കഴിയാത്തതെന്ന് ഗ്രാനിയോട് പറയാണല്ലേ. Then it began raining heavily as they entered the small market town on the banks of the river. ആ റിവറിൻ്റെ പുഴയുടെ അരികിലുള്ള ആ ചെറിയ മാർക്കറ്റിൽ അവരെത്തിയപ്പോഴേക്കും മഴ നല്ല ഹെവി ആയിട്ട് കനത്ത മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഗ്രാനീസ് അംബ്രല്ല വാസ് ലീക്കിംഗ് ബാഡ്ലി. ഗ്രാനിയുടെ അംബ്രല്ല കൂടെയൊക്കെ നല്ല രീതിയിൽ ലീക്ക് ആകുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ നനഞ്ഞിട്ടുണ്ട്. ബട്ട് ദേ വാസ് സൂൺ ഡ്രൈയിങ് ദംസെൽവ്സ് ഇൻ അങ്കിൾസ് ഹൗസ് ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്കി ടീ. ദെൻ അവർ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അങ്ങനെ ആ നനഞ്ഞതൊക്കെ അവർ ഡ്രൈ ആക്കുകയാണ് അല്ലേ, അതൊക്കെ ഉണക്കി. ദെൻ അവർ അവിടെ നിന്ന് നല്ല ചൂടുള്ള നല്ല മധുരമുള്ള മിൽക്കി ടീ അല്ലേ, പാൽ ചായയൊക്കെ അവർ കുടിക്കുകയാണ്. മണി ഗോട്ട് അപ്പ് ഏർലി ദി നെക്സ്റ്റ് മോർണിംഗ് ആൻഡ് റാൻ ഡൗൺ ദി നാരോ സ്ട്രീറ്റ് ടു ബാത്ത് ഇൻ ദി റിവർ. പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് മണി എന്താ ചെയ്യുന്നത്, ആ നാരോ സ്ട്രീറ്റിലൂടെ ഇടുങ്ങിയ തെരുവിലൂടെ ഓടിയിട്ട് അവന് അവിടെയുള്ള റിവറിലേക്ക് പുഴയിലേക്ക് കുളിക്കാനായിട്ട് പോവാണ്. ആസ് മണി ഡ്രസ്ഡ്, അങ്ങനെ മണി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോഴേക്കും ഹി ഹിയർ ദ ബ്ലെയർ ഓഫ് എ ബസ് ഹോൺ, ഒരു ബസ് ഹോണിൻ്റെ ഗർജനം. ബ്ലെയർ എന്ന് വെച്ചാൽ ആ ഗർജനമോ ഉറക്കെയുള്ള ശബ്ദമില്ലേ, അത് അവന് കേൾക്കാണ് അല്ലേ. ആ ബസ് ഹോൺ അടിക്കുന്നത് അവന് കേൾക്കാണ്. ദർ വാസ് ഓൺലി വൺ ബസ് ടു മസൂരി. മസൂരിയിലേക്ക് ആകെ ഒരൊറ്റ ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. He scampered up the slope wondering if they had missed it. ആ ബസ് എങ്ങാനും ആകെ ഒരു ബസ് ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ബസ് എങ്ങാനും മിസ്സാവോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവന് എന്ത് ചെയ്യാണ്, ആ സ്ലോപ്പിലൂടെ ആ ചെരുവിലൂടെ ഓടുകയാണ് ചെയ്യുന്നത്. സ്കാമ്പേർഡ് എന്ന് വെച്ചാൽ വേഗത്തിൽ ഓടുക എന്നൊക്കെ പറയില്ലേ, വിരണ്ട് ഓടുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. അപ്പോൾ വേഗത്തിൽ ഓടുകയാണ് അല്ലേ, ബസ്സിൻ്റെ ഹോണ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതെങ്ങാനും മിസ്സാവോ എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ഓടുകയാണ് ചെയ്യുന്നത്. But Granny was waiting for him at the bus stop. She had already bought their tickets. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഗ്രാനി അവിടെ ഓൾറെഡി ബസ് സ്റ്റോപ്പിൽ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലേ. അവർ ബസ്സിനുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ദി ബസ് വാസ് ഓൾഡ് ആൻഡ് റിക്കറ്റി. ബസ് എന്ന് പറയുന്നത് എങ്ങനെ, ഭയങ്കര ഓൾഡ് പഴയ ഒരു ബസ്സാണ്. അതുപോലെ ആൻഡ് റിക്കറ്റി എന്ന് വെച്ചാൽ ബലഹീനമായിട്ടുള്ള അല്ലേ, ഇങ്ങനെ പൊളിഞ്ഞ് വിടാറായിട്ടുള്ള തരത്തിൽ അത്രയും പഴയ ഒരു ബസ്സാണത്. ആൻഡ് റാറ്റിൽഡ് സോ മച്ച് ദാറ്റ് ദ പാസഞ്ചേഴ്സ് കുഡ് ബെയർലി ഹിയർ ദംസെൽവ്സ് സ്പീക്കിംഗ്. അതുപോലെ പാസഞ്ചേഴ്സിന്, യാത്രക്കാർക്ക് തമ്മിൽ സംസാരിക്കുന്നത് തന്നെ കഷ്ടിച്ചാണ് കേൾക്കുന്നുണ്ടായിരുന്നത് അല്ലേ. ആ തരത്തിൽ ആ ബസ് റാറ്റിൽ ചെയ്യാന്ന് വെച്ചാൽ ആ ബസ്സിൽ നിന്നൊരു ചിലമ്പൽ അല്ലെങ്കിൽ ഒരു കിടുകിടു ശബ്ദം ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. ദി ഡ്രൈവർ ഡ്രോവ് അറ്റ് സം സ്പീഡ്. ഡ്രൈവർ വണ്ടി കുറച്ച് സ്പീഡിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വെനെവർ ഹി വെന്റ് റൗണ്ട് എ ബെൻഡ് എവരി വൺ ഇൻ ദി ബസ് വാസ് ത്രോൺ എബൌട്ട്. അതുപോലെ ഇങ്ങനെ ആ സ്പീഡിൽ പോണതുകൊണ്ട് തന്നെ ഇങ്ങനെ ബെൻഡ്, ഇങ്ങനെ വളവൊക്കെ വരുന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും എല്ലാവരും ബസ്സിൽ നിന്ന് ഇങ്ങനെ ചെതറുന്ന പോലെ എന്ന് വെച്ചാൽ അങ്ങനെ വീഴാൻ പോകുന്ന പോലെയൊക്കെ യാണ് സംഭവിക്കുന്നത്. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദി നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ ഗ്രാനി ഫെൽ അസ്ലീപ്പ്. ഇങ്ങനെയുള്ള ആകെക്കൂടെ കൺഫ്യൂഷനായിട്ടും അതുപോലെ ഭയങ്കര ശബ്ദമൊക്കെ ആയിട്ട് കോലാഹലമായിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമാണെങ്കിലും ഇതൊന്നും അറിയാതെ ഗ്രാനി എന്താ ചെയ്യുന്നത്, നല്ല ഉറങ്ങാണ്. ഹെർ ഹെഡ് റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് മണീസ് ഷോൾഡർ. അവരുടെ തല ഈ മണിയുടെ ഷോൾഡറിൽ വെച്ചിട്ട് അവരങ്ങനെ നല്ല ഉറക്കാണ്. സഡൻലി ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിങ് ഹാൾട്ട്. പെട്ടെന്ന് ബസ് അവിടെ നിൽക്കുകയാണ്. പീപ്പിൾ വർ ത്രോൺ ഫോർവേഡ് ഇൻ ദെയർ സീറ്റ്സ്. സ്പീഡിൽ വരുന്ന ബസ്സാണല്ലോ അല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രേക്ക് കണ്ട് ചവിട്ടിയപ്പോൾ എല്ലാവരും കൂടി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തള്ളി കയറാണ് അല്ലേ, ഇങ്ങനെ വീഴാനായിട്ട് പോവാണ്. വാട്ട് ഈസ് ഹാപ്പനിങ്, ഗ്രാനി ആസ്ക്ഡ്. എന്താ സംഭവിക്കുന്നത്, ഗ്രാനി ചോദിക്കാണ്. ഹവ് യു അറൈവ്ഡ്, നമ്മൾ എത്തിയോ എന്ന് ചോദിക്കുകയാണ്. നോ, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദ റോഡ് സെഡ് മണി. അപ്പോൾ മണി പറയാണ്, അല്ല ഇവിടെ എന്തോ നമ്മുടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ് എക്സ്ക്ലെയിംഡ് സം വൺ. ആരോ പറയാണ് അല്ലേ, ആരോ വിളിച്ച് പറയുന്നുണ്ട് അതൊരു മണ്ണിടിച്ചിലാണെന്ന് അല്ലേ. ആൻഡ് ഓൾ ദി പാസഞ്ചേഴ്സ് പുട്ട് ദെയർ ഹെഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ടു ടേക്ക് എ ലുക്ക്. അപ്പോൾ എല്ലാ പാസഞ്ചേഴ്സും കൂടി ബസ്സിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുകയാണ് അല്ലേ, എന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ട്. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. ഇതൊരു വലിയ മണ്ണിടിച്ചിലാണ്. എർത്ത്, trees and bushes had given way and
come crashing down, completely blocking the road. എന്താണ്, മണ്ണും മരങ്ങളും അതുപോലെ കുറ്റിക്കാടുകളും എല്ലാം ആകെ തകർന്ന് വീണിട്ട് ആ റോഡ് ആകെ ബ്ലോക്ക് ആയിരിക്കുകയാണെന്ന് പറയുന്നത് അല്ലേ. നോർ വാസ് ഇറ്റ് ഓവർ യെറ്റ്, ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. ഡെബ്രീസ് വാസ് സ്റ്റിൽ ഫോളിങ്. ഡെബ്രീസ് എന്ന് വെച്ചാൽ എന്താ, ഈ പാറ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഈ മണ്ണിടിച്ചിലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. മണി സോ റോക്സ് ഹേർട്ട്ലിംഗ് ഡൗൺ ദ ഹിൽ ആൻഡ് ഇൻ ടു ദ റിവർ. ദെൻ ആ കുന്നിന് മുകളിലൂടെ ആ മലയുടെ മുകളിലൂടെ ഇങ്ങനെ ഉരുണ്ട് വന്ന് പാറകളൊക്കെ ഈ റിവറിലേക്ക് വന്ന് പതിക്കുന്നത് മണി കാണുകയാണ് അല്ലേ. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ്, ഒബ്സർവ്ഡ് ഗ്രാനി ഹു കുഡ്ന്റ് സീ എ തിങ്. ബസ് നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലമല്ല ഇത് എന്ന് ഗ്രാനി പറയാണ് അല്ലേ. ഒബ്സർവ്ഡ് ഗ്രാനി ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് അല്ലേ. അവർക്ക് ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ലെങ്കിലും അവരിങ്ങനെ നിരീക്ഷിച്ചിട്ട് പറയാണ് ഇത് ബസ് നിർത്താൻ പറ്റിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്ഥലമല്ല ഇതെന്ന് അല്ലേ. When as she spoke, a shower of stones and small rocks came clattering down on the roof of the bus. ഗ്രാനി അങ്ങനെ പറഞ്ഞപ്പോഴേക്കും, അങ്ങനെ ഗ്രാനി പറഞ്ഞല്ലോ അല്ലേ, ഇത് അത്ര ബസ് നിർത്താൻ സേഫ് ആയിട്ടുള്ള സ്ഥലമൊന്നും അല്ലാന്ന്. അപ്പോഴേക്കും അവരുടെ ബസ്സിന് മുകളിലേക്ക് ചെറിയ പാറകളുടെയും അതുപോലെ കല്ലുകളുടെയും ഒക്കെ ഒരു മഴ പോലെ ഒരുപാട് പാറകളും കല്ലുകളും എല്ലാം കൂടി അവരുടെ ബസ്സിൻ്റെ മുകളിലേക്ക് ചടപട ശബ്ദത്തോടെ വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാം. പാസഞ്ചേഴ്സിലെ യാത്രക്കാരെല്ലാം പരിഭ്രാന്തരായിട്ട് നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. ദി ഡ്രൈവർ ബിഗാൻ റിവേഴ്സിങ് ആസ് മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. ദെൻ കൂടുതൽ പാറകളൊക്കെ അവരുടെ ബസ്സിന് മുകളിലേക്ക് വന്ന് വീഴാൻ തുടങ്ങിയപ്പോൾ ഡ്രൈവർ ബസ് വേഗം റിവേഴ്സ് എടുത്തു. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ് സെഡ് ഗ്രാനി. ഗ്രാനി പറയാണ്, എനിക്ക് ഒരിക്കലും ഈ മോട്ടോർ റോഡ്സിനൊന്നും വിശ്വാസമില്ലായിരുന്നു എന്നല്ലേ. ദി ഡ്രൈവർ കെപ്റ്റ് ബാക്കിംഗ് അൺടിൽ ദേ വർ വെൽ അവേ ഫ്രം ദി ലാൻഡ് സ്ലൈഡ്. ആ ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്ത് നിന്നും കുറേ ദൂരെ ബാക്കിലേക്കാകുന്ന രീതിയിൽ അവർ എന്തായിട്ടുണ്ട്, ആ വണ്ടി റിവേഴ്സ് എടുത്ത് പോന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ കുറേ ദൂരെ എത്തിയിട്ടുണ്ട്. ദെൻ എവ്രി വൺ ടംബിൾഡ് ഔട്ട് ഓഫ് ദി ബസ്. അങ്ങനെ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങാണ് ചെയ്യുന്നത് അല്ലേ. ടംബിൾഡ് എന്ന് വെച്ചാൽ നിലം പതിച്ചു എന്നൊക്കെയുള്ള മീനിങ് ആണ്. അപ്പോൾ ഇവിടെ അവർ ഇറങ്ങി എന്ന് ഉദ്ദേശിച്ചു കൊടുത്തിട്ടുള്ളതാണ് അല്ലേ. ദേ കുഡ് ടെൽ ഇറ്റ് വുഡ് ടേക്ക് ഡേയ്സ് ടു ക്ലിയർ ദി റോഡ്. ആ റോഡൊന്ന് ശരിയാകാൻ, പഴയ പോലെ ആകണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ എടുക്കുമെന്ന് അവർക്കൊക്കെ മനസ്സിലാകാണ്. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു നെയിൻ വിത്ത് ദ ബസ്. കുറേ പാസഞ്ചേഴ്സ്, അതിലുള്ള മിക്കവാറും യാത്രക്കാരെല്ലാം തന്നെ ആ ബസ്സിൽ തന്നെ നെയിനിലേക്ക് തിരിച്ചു പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ബട്ട് എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ് എഗ്രീഡ് ടു വോക്ക് ടു മസൂറി, ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ദി മൗണ്ടെയിൻ വിച്ച് വുഡ് ബൈപാസ് ദി ലാൻഡ് സ്ലൈഡ്. ചിലർ നല്ല ധൈര്യത്തോടെ, ചിലരൊക്കെ നടന്ന് മസൂരിയിലേക്ക് പോകാനായിട്ടും തീരുമാനിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ. ദെൻ എങ്ങനെയാണ് പോകുന്നത്, ആ മൗണ്ടെയിനിൻ്റെ, ആ മലയുടെ മുകളിലൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ദെൻ അതിലൂടെ പോയി ഈ ലാൻഡ് സ്ലൈഡിൻ്റെ അപ്പുറം കടന്ന് അങ്ങനെ പോകാൻ തീരുമാനിക്കുകയാണ്. മണി ലുക്ക്ഡ് അറ്റ് ഗ്രാനി, ഷോൾ വി ഗോ ബാക്ക്. മണി ഗ്രാനിയെ നോക്കി എന്നിട്ട് പറയാണ്, നമുക്ക് തിരിച്ചു പോകാമോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇറ്റ്സ് ഓൺലി 10 miles സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയാണ്, ആകെ 10 മൈൽ മാത്രമേ ഉള്ളൂ. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. നമ്മൾ ഇന്നലെ അങ്ങനെ പോയില്ലേ എന്നല്ലേ, ഇന്നലെ നമ്മൾ 10 മൈൽ നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതും ആകെ 10 മൈൽ തന്നെയല്ലേ ഉള്ളൂ, നമുക്ക് പോകാമെന്ന് ഗ്രാനി പറയാണ് അല്ലേ. സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിങ് എ നേരോ പാത്ത്. അങ്ങനെ അവർ ഒരു നേരോ പാത്ത് എന്ന് വെച്ചാൽ ഒരു ഇടുങ്ങിയ ഒരു വഴിയിലൂടെ ഇങ്ങനെ കയറാനായിട്ട് തുടങ്ങി. ആൻഡ് ബൈ ദ ടൈം ദേ ഗോട്ട് ടു ദ ടോപ്പ് ഓഫ് ദി മൗണ്ടെയിൻ, ഗ്രാനി ആൻഡ് മണി വേർ ഓൺ ദെയർ ഓൺ. അങ്ങനെ അവർ ആ മൗണ്ടെയിനിൻ്റെ ഏറ്റവും ടോപ്പിൽ മുകളിൽ എത്തിയപ്പോൾ ഗ്രാനിയും മണിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അവർ രണ്ടാളും തനിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ദെയർ വില്ലേജ് വാസ് ഹിഡൻ ബൈ ദ റേഞ്ച് ഓഫ് ദി നോർത്ത്. അവരുടെ വില്ലേജൊക്കെ മറഞ്ഞിരിക്കുകയാണ് അല്ലേ. വില്ലേജ് ഒന്നും അവർക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനില്ല എന്നാണ് പറയുന്നത്. ഫാർ ബിലോ റഷ്ഡ് ദ റിവർ. വളരെ താഴെ, അവർ ഈ മൗണ്ടെയിൻ്റെ മുകളിലാണുള്ളത് അല്ലേ. അപ്പോൾ വളരെ താഴെയായിട്ട് ഒരു റിവർ, ഒരു പുഴ ഒഴുകുന്നതായിട്ട് അവർക്ക് കാണാം. ദെൻ ഫാർ എബോ സർക്കിൾഡ് എ ഗോൾഡൻ ഈഗിൾ. അതുപോലെ വളരെ മുകളിലായിട്ട് ഒരു ഗോൾഡൻ ഈഗിള്, ഗോൾഡൻ നിറത്തിലുള്ള ഒരു ഈഗിള് അവരെ ഇങ്ങനെ വട്ടമിടുന്നതും കാണാനുണ്ട് അല്ലേ. ദെൻ ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ് ആസ്ക്ഡ് മണി. അപ്പോൾ മണി ചോദിക്കുകയാണ്, നിങ്ങൾ അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. എന്തെങ്കിലും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിക്കുകയാണ്. Naturally, said Granny. I knew you had soon be hungry. Naturally, said Granny.
എന്താ സ്വാഭാവികമായിട്ടും ഐ ന്യൂ യു ഹാഡ് സൂൺ ബി ഹംഗ്രി, നിനക്ക് കുറച്ച് കഴിഞ്ഞാൽ വിശക്കുന്ന് എനിക്കറിയായിരുന്നു. ദർ ആർ പക്കോറാസ് ആൻഡ് ബൺസ്, പക്കോറകളും അതുപോലെ ബണ്ണും ഞാൻ എടുത്തിട്ടുണ്ട്. ആൻഡ് പീച്ചേഴ്സ് ഫ്രം അങ്കിൾസ് ഗാർഡൻ, അതുപോലെ അങ്കിളിൻ്റെ ഗാർഡനിൽ നിന്ന് പീച്ചും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഗുഡ് സെഡ് മണി ഫോർ ഗെറ്റിംഗ് ഹിസ് ടയേർഡ്നെസ്, കൊള്ളാം മണി പറയാണ് അല്ലേ, അവൻ അവൻ്റെ ടയേർഡ്നെസ് ക്ഷീണമൊക്കെ മറന്നുകൊണ്ട് പറയാണ്. വി വിൽ ഈറ്റ് ആസ് വി ഗോ എലോങ്, നമ്മൾ പോകുന്ന ടൈമിൽ നമുക്ക് കഴിക്കാം. വി വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ് ഗ്രാനി, നിങ്ങൾ ടയേർഡ് ആകുമ്പോൾ, നിങ്ങൾ ക്ഷീണിക്കുമ്പോൾ നമുക്ക് നിർത്താം എന്ന് ഗ്രാനിയോട് പറയാണ് അല്ലേ. ഓ ഐ ക്യാൻ വർക്ക് ഫോർ അവർ സെഡ് ഗ്രാനി ലോഫിങ്, ഗ്രാനി ചിരിച്ചുകൊണ്ട് അപ്പോൾ എന്താ പറയുന്നത്, ഓ എനിക്ക് നടക്കാനൊക്കെ കഴിയുമെന്ന് പറയാണ് അല്ലേ. ബട്ട് നോട്ട് ഇഫ് ഇറ്റ് ഈസ് റെയിനിങ്, ദിസ് അംബ്രല്ല ലീക്സ് ബാഡ്ലി, പക്ഷെ മഴ പെയ്യാണെങ്കിൽ കഴിയൂല എന്ന് പറയാണ് അല്ലേ. കാരണം എന്താ, ഈ അംബ്രല്ല വളരെ നന്നായി ചോരുന്നുണ്ട് അല്ലേ, അതുകൊണ്ട് തന്നെ മഴ പെയ്യാണെങ്കിൽ നമുക്ക് നടക്കാൻ കഴിയൂല എന്ന് പറയാം. ഡൗൺ അഗെയിൻ ദ വെൻറ്റ്, അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങാണ് അല്ലേ. ഇപ്പോൾ മൗണ്ടെയിൻ്റെ മുകളിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ അല്ലേ. then അവിടെ നിന്ന് അവർ താഴേക്ക് ഇറങ്ങി. ആൻഡ് അപ്പ് ദി നെക്സ്റ്റ് മൗണ്ടെയിൻ, എന്നിട്ട് അടുത്ത മൗണ്ടെയിനിൻ്റെ മുകളിലേക്ക് കയറി. ആൻഡ് ഓവർ ബെയർ വൈൻ സ്വെപ്റ്റ് ഹിൽ സൈഡ്സ് ആൻഡ് അപ്പ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി ഡ്യോഡർ ഫോറസ്റ്റ്, അങ്ങനെ then അവർ എപ്പോഴും കാറ്റ് വീശാൻ സാധ്യതയുള്ള ഒരു ഹിൽ സൈഡ് ഉണ്ട് അല്ലേ, ഒരു കുന്നിൻ ചെരുവുണ്ട്, അതിലൂടെ കയറി. ദെൻ അവരെവിടെ എത്തി, ഡാർക്ക് ഗ്ലൂമി ആയിട്ടുള്ള അല്ലേ, ഭയങ്കര ഇരുണ്ട ഒരു ഡിയോഡർ ഫോറസ്റ്റ്, ഡിയോഡർ എന്ന് വെച്ചാൽ ദേവദാരു ഒക്കെയുള്ള ഒരു ഫോറസ്റ്റിൽ അവർ എത്തി. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് they saw the lights of Mussoorie twinkling ahead of them. അങ്ങനെ ഇരുട്ടായി തുടങ്ങുന്ന സമയത്ത് അവർക്ക് എന്ത് കാണാൻ കഴിയുന്നുണ്ട്, അവിടെ നിന്ന് നോക്കുമ്പോൾ ആ മസൂരിയിലെ ലൈറ്റുകൾ ഇങ്ങനെ മിന്നി മറയുന്നതായിട്ട് അവരുടെ മുന്നിൽ അവർക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അവര് മസൂരിയുടെ അടുത്ത് എത്താറായിട്ടുണ്ടെന്നാ പറയുന്നത്. as they came nearer the lights increased, അങ്ങനെ അവരിങ്ങനെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് എന്തായിട്ടുണ്ട്, ലൈറ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൂടി വരുന്നുണ്ട് അല്ലേ. until presently they were in a brightly lit bazaar, അങ്ങനെ അവർ എവിടെ എത്തിയിട്ടുണ്ട്, ഒരു പ്രകാശിതമായിട്ടുള്ള ബ്രൈറ്റായിട്ട് പ്രകാശമുള്ള ഒരു ബസാറിൽ എത്തിയിട്ടുണ്ട്. ജോസിൽ ഇൻ ദി ക്രൗഡ് ഗ്രാനി കെപ്റ്റ് വൺ ഹാൻഡ് ഫേംലി ഓൺ മണീസ് ഷോൾഡർ സോ ദാറ്റ് ഷി ഡിഡ് നോട്ട് ലോസ് ഹിം. ആ ക്രൗഡിലെ ഭയങ്കര ജനാണ് അവിടെ. ആ ആളുകളുടെ ആ ഉന്തിത്തള്ളിൽ ആ ഒരു തിരക്കുണ്ടാവില്ലേ, ആ തിരക്കിൻ്റെ ഇടയിൽ മണിയെ നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് ഗ്രാനി എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ്റെ ഷോൾഡറിൽ ഒരു കൈ കൊണ്ട് അമർത്തി പിടിച്ചിട്ടുണ്ട് അല്ലേ. ദേ ആസ്ക്ഡ് അറൗണ്ട് ഫോർ ദ ചീപ്പസ്റ്റ് ഹോട്ടൽ, അങ്ങനെ അവർ അവിടെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഹോട്ടൽ, ഒരു വില കുറഞ്ഞ ഹോട്ടൽ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഹോട്ടൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് കുറേ അന്വേഷിച്ചു നോക്കി. ബട്ട് ദർ വേർ നോ ചീപ്പ് ഹോട്ടൽസ്, പക്ഷെ അവിടെയൊന്നും ചീപ്പ് ഹോട്ടൽസ് ഒന്നും, വില കുറഞ്ഞിട്ടുള്ള ഹോട്ടൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ദേ സ്പെൻഡ് ദ നൈറ്റ് ഇൻ എ ധർമ്മശാല ജോയിനിങ് ദി ടെമ്പിൾ. സോ അങ്ങനെ അവരെന്ത് ചെയ്തു, അന്ന് രാത്രി അവിടെ ടെമ്പിളിൻ്റെ, ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു ധർമ്മശാലയിൽ കഴിച്ചു കൂട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ എന്തൊക്കെയാണ് സംഭവിച്ചത് നോക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇത് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ദെൻ ഇതിൽ വരുന്ന ബാക്കി പോർഷനും അതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.